നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC-യിലേക്ക് സ്വാഗതം. ആൾദൈവത്തെ തേടി അർദ്ധസൈനികർ. ഹരിയാനയിൽ വിവാദ ആൾദൈവം രാംപാൽ ബാബ രാത്രിയോടെ അറസ്റ്റിലായേക്കും. ആശ്രമ പരിസരം CRPF നിയന്ത്രണത്തിൽ. അനുയായികളും അർദ്ധസൈനികരും തമ്മിൽ സംഘർഷം. ആശ്രമത്തിനുള്ളിൽ 5000-ഓളം പേരുണ്ടെന്ന് നിഗമനം. ഇവരെ മനുഷ്യകവചമാക്കി രക്ഷപ്പെടാൻ ബാബയുടെ ശ്രമം. നിരവധി കേസുകളിൽ പ്രതിയായ ബാബയെ പിടികൂടാനുള്ള ശ്രമം 2 ദിവസമായി തുടരുന്നു. സമരം വല്യേട്ടനൊപ്പം, ആശയ സമരം വേറെ. ബാർക്കോഴയിൽ ഇനി ഒറ്റയ്ക്ക് സമരം വേണ്ടെന്ന് CPI തീരുമാനം. നിലപാടിലെ മാറ്റം യോജിച്ചുള്ള പ്രക്ഷോഭത്തിന് LDF തീരുമാനിച്ച സാഹചര്യത്തിൽ മാണിയുടെ രാജി ആവശ്യവുമായി CPI നേരത്തെ ഒറ്റയ്ക്ക് സമരം സംഘടിപ്പിച്ചിരുന്നു. CPM-ഉമായി ആശയപരമായ സമരം തുടരുമെന്നും CPI. സൂരജിനെതിരെ വിജിലൻസ് കേസ്. പൊതുമരാമത്ത് സെക്രട്ടറി TO സൂരജിന് കോടികളുടെ അവിഹിത സ്വത്ത്. വീട്ടിലും ഓഫീസിലും വിജിലൻസ് റെയ്ഡ്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഭൂമി വാങ്ങിക്കൂട്ടിയത് ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിൽ. സൂരജിന് 2 കോടിയോളം രൂപയുടെ അവിഹിത സ്വത്തെന്ന് വിജിലൻസ്. തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് പിടിച്ചത് 15 ലക്ഷം. കരാറുകാരുമായുള്ള ഇടപാട് തെളിയിക്കുന്ന രേഖകളും കണ്ടെടുത്തു. UDF-ലുള്ളത് ഡീലേഴ്സ്. ഭരണമുന്നണിയിൽ ഇപ്പോഴുള്ളത് ലീഡേഴ്സ് അല്ല ഡീലേഴ്സ് എന്ന് കോടിയേരി. മന്ത്രിമാർ കൈക്കൂലിയുടെ കേന്ദ്രങ്ങളായി മാറിയെന്ന് ആക്ഷേപം. ബാർക്കോഴയിൽ ആരോപണ വിധേയനായ KM മാണി രാജിവയ്ക്കണം. മാണിയുടെ രാജി ആവശ്യപ്പെടാതെ ഉമ്മൻചാണ്ടി കോഴയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും കോടിയേരി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് നാളെ രാവിലെ 10:30. ഇനി പുത്തൻ സിനിമാ വിശേഷങ്ങളുമായി ക്ലാബ് ബോർഡിൽ ചിന്നു എത്തുന്നു. നമസ്കാരം.